ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാചക വിശേഷങ്ങൾ, ലൈവിലെ വിശേഷങ്ങൾ എല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള ഒരു വീഡിയോ ആണ്. പുതിയൊരു തോരനും വെച്ചു കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും വെച്ചിട്ടുള്ള തോരനായിരിക്കും, പക്ഷെ ഞാനൊരു പുതിയതായിട്ടാണ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. ഇന്ന് ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, ഏത്തപ്പഴമുണ്ട്, റോബസ്റ്റപ്പഴമുണ്ട്, എന്തും കൂട്ടി കഴിക്കാം. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കറി വെക്കേണ്ടതെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഇനി ഇരിപ്പുണ്ട്. കുറച്ചെടുത്താണ് അതിനെ വരട്ടുന്നത്. ഇനി നമുക്കൊരു വെള്ളരിക്ക കിച്ചടി വെക്കാം. പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞമ്മത്തിയില്ലേ, അതിനെ വറക്കാൻ വരട്ടി വെച്ചിട്ടില്ലായിരുന്നോ, അതിനെ ഞാൻ എന്തോ കിട്ടിയ അപ്പൊ നമ്മൾ അതിനെ എന്നായിരുന്നറിയാവോ, പീര വെച്ചു. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് കുഞ്ഞാന്നരിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മുടെ വെള്ളരിക്ക നമ്മള് ഒത്തിരി കുഞ്ഞായിട്ടാക്കിയില്ല, ഇച്ചിരി വലുതായിട്ടാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. നല്ല വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പൊ അതിനെ നമ്മള് ഇതിനകത്തോട്ടിട്ട് ഒരു ആവി അടിച്ചാൽ പോരെ, ഒറ്റ വിസില്. ഞാൻ സൗണ്ട് ഉറക്കപ്പറ. ഇന്നലെ സൗണ്ട് കുറച്ച് കുറവായിരുന്നു, ചുമക്കുമെന്ന് ഓർത്ത് പതുക്കെ പറഞ്ഞിട്ടാ കേട്ടോ. അല്ലാണ്ട് സൗമ്യ മനോജിന്റെ ചെവിക്ക് കിളിയൊന്നും പോയിട്ടില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. സൗമ്യ പറഞ്ഞു, പാവം എന്റെ ചെവിയുടെ ആണോ ചേച്ചിയുടെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ എന്നാന്ന് അറിയത്തില്ല, സൗണ്ട് കിട്ടുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സൗണ്ട് കുറച്ചിട്ടായിരിക്കും കേട്ടോ. കാരണം ഒത്തിരി സൗണ്ടിൽ പറയുമ്പോ ചുമയുള്ളതുകൊണ്ടേ അങ്ങോട്ട് ഇതാവുന്നില്ല, അതുകൊണ്ടാട്ടോ. ഇനി സൗണ്ട് ഉണ്ടോന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവേ, ചെവിയുടെ കിളി പോയതാണോ കേട്ടോ. പാവം, അങ്ങനൊന്നും വരാതിരിക്കട്ടെ. അതൊന്നും അല്ല, എന്റെ സൗണ്ട് ഇല്ല കേട്ടോ. ചിലപ്പോ ഫോണിന്റെയും വരും കേട്ടോ. ചിലപ്പോൾ ഫോണിന്റെ പ്രശ്നം, ഈ സ്പീക്കറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാ. എൻ്റെ അല്ല, ചേട്ടൻ്റെ ഫോണിൽ, പഴയ ഫോണിൽ. എന്നിട്ട് സ്പീക്കറിന്റെ അതിന്റെ അവിടെ അത് മാറ്റി വാങ്ങിച്ചപ്പോൾ നല്ല സൗണ്ട് വന്നു. അങ്ങനായിരുന്നു. പിന്നെ നമ്മൾ ആ ഫോണങ്ങ് മാറ്റി, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം കിച്ചടിക്കുള്ള വെച്ചു. കിച്ചടിക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ തേങ്ങ നല്ലതായിട്ട് അരച്ചു. കടുകിനെ നമുക്ക് കടുക് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഇതിനകത്ത് ഇട്ടിട്ട് കറുന്ന് മാത്രമേ വെച്ചുള്ളൂ, പക്ഷെ ചെറിയ കയ്പിൻ്റെ, അതുകൊണ്ട് ഞാൻ എന്നെ എന്നറിയാം. കിച്ചടിക്ക് കടുക് അങ്ങ് വറുത്ത് ഇതാക്കത്തേ ഉള്ളൂ, അല്ലാതെ കടുകിനെ ഇതിനകത്ത് ചതയ്ക്കുന്നില്ല. പച്ചമുളകിനെ നമുക്കൊന്ന് ചതയ്ക്കാം. അങ്ങനെ ആണ് കിച്ചടിയുടെ കാര്യം. അപ്പൊ നമുക്ക് പച്ചമുളക് കൂടെ എടുത്തോട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളരിക്ക കിച്ചടി അവിടെ വേഗം വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനങ്ങ് അരിഞ്ഞെടുക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തക്കാളി, അതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പലത് നോക്കണ്ടേ, നമ്മൾ ഒരു തോരൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ അതും, പിന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ സബോളയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒന്നിച്ച് സമൂലം ചേർത്ത് തേങ്ങ ശകലം തിരുമ്മിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് വെക്കാം കേട്ടല്ലോ. നല്ല സൂപ്പറാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. പിന്നെ നമ്മുടെ ഉറങ്ങിയ കറികളും ഉറങ്ങാത്തതും എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനത്തെ എന്താ കറി വെക്കാനാ ദിവസം അല്ലേ, എല്ലാവരുടെയും ചിന്തയല്ലേ എന്താ കറി വെക്കുന്നതെന്നുള്ള ചിന്തയാണ്. ഈ മീനൊക്കെയാന്ന് പറഞ്ഞാലും കുറെ ആകുമ്പോൾ മടുപ്പല്ലേ. എന്ത് കാര്യം കുറച്ചാകുമ്പോഴത്തേക്കും കറികളും നമ്മൾ മടുക്കും. എല്ലാ കറി ഇനി എല്ലാവരും പുതിയ കറികളൊക്കെ കണ്ടുപിടിച്ചോണ്ട് വാ. എന്നിട്ട് എല്ലാവരും കമന്റ് ഇടുക കേട്ടോ. പുതിയ കറികൾ ഇന്ന കറി നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രയോജനമല്ലേ. അങ്ങനെ എന്താണേലും ഇത് നമുക്ക് നോക്കാം അല്ലേ, കറി നമുക്ക് നോക്കാവേ.
കുറച്ചേ വെക്കുന്നുള്ളൂ അല്ലേട്ടാ. ഏത്തപ്പഴം ഇരിപ്പില്ല. ആ കൊച്ചിനെ കൊണ്ടുപോകല്ലേ. ആ ചെറുത് ഒത്തിരി വലുത് വാങ്ങിച്ചാലേ മഞ്ഞക്കാകുമ്പോൾ കരച്ചു പോതാ. കൊച്ചിന് നാളെ ഓഫീസിൽ പോകുമ്പോഴേ അവൻ ഏത്തപ്പഴം കൊണ്ട് പോവേ. അപ്പം കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാവോ, രാവിലത്തെ ഭക്ഷണമൊന്നും ആശാന് താല്പര്യമില്ല. അപ്പോൾ ഒരു പഴം അങ്ങ് തിന്നും. ചേട്ടത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അപ്പം നമ്മൾ ഇന്നലെ ഒത്തിരി നേരം ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ അല്ലേ, ഏത്തപ്പഴമൊക്കെ മേടിച്ച് വണ്ടിയുടെ പുകയുടെ ഒക്കെ എടുക്കണം, അതിൻ്റെ ഡേറ്റ് പാകുന്നു, തീരാറായി, അപ്പം അതെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ആ ലിക്വിഡ്, പാത്രം കഴുകുന്ന ലിക്വിഡ് അത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വിളിച്ചാൽ അപ്പം അതും ഒക്കെ മേടിച്ചുകൊണ്ട് ചേട്ടൻ പോയി. അപ്പോഴേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാം അല്ലേ. പിന്നെ ഇന്നലെ നമ്മൾ ലൈവ് വന്ന് ഒത്തിരി പേരായിട്ട് കൂട്ടാല്ലേ. അങ്ങനെ ലൈവ് വരുമ്പം എല്ലാവരും അവരുടെ ഇതും കൂടെ പറയണം കേട്ടോ, സ്ഥലം കൂടെ പറയണം, പേര് പറയണം. പേരൊക്കെ പല പേരില്ലേ. അപ്പം ആ ലൈവിൽ വരുമ്പോൾ തന്നെ അങ്ങ് ടൈപ്പ് ചെയ്യാൻ പാടാ. എന്നാലും ഞാൻ പറയാം കേട്ടോ, നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ ആരൊക്കെയാണ്. ഇന്നലെ തന്നെ ലേഖ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ കൊല്ലം. ഇപ്പം എനിക്ക് കുറച്ച് ആൾക്കാരെ കാണാപ്പാടാം, ഇങ്ങനെ എഴുതി വരുന്നതുകൊണ്ട്. കൊല്ലത്താണ് വീട്. പിന്നെ ഒരു മോള് ലക്ഷ്മി B.Ed, അതിങ്ങനെയുള്ള കുറച്ച് എനിക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ സൗമ്യ മനോജ്, മുത്തുമണികൾ അല്ലേ അതിനകത്ത്. അതിൻ്റെ ആ ചാനലിൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അല്ലേ സൗമ്യക്കല്ലേ, ഒരു ചാനൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് മുമ്പോട്ടാക്കാൻ പറ്റുന്നില്ല, സപ്പോർട്ട് വേണം. സത്യം സൗമ്യക്കുട്ടി പറഞ്ഞു കേട്ടോ, സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. സപ്പോർട്ട് വേണം. എന്താ സപ്പോർട്ട് ആരും ഇല്ലാത്തവര്? സപ്പോർട്ട് ചെയ്യണേ സൗമ്യ, എല്ലാവരും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ടീച്ചറമ്മ അടിപൊളിയാണ്. ടീച്ചറമ്മയ്ക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുക ടീച്ചറമ്മ. അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരെ കൊണ്ട്. പ്രീതി ദിലീപിന് സമയം കിട്ടിയില്ല വരാന്. ഇന്നലെ അരുക്കുറ്റി പോയേക്കുവായിരുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് നമ്മുടെ കാര്യം. അപ്പം അത് സമയമില്ല, സമയം കിട്ടാഞ്ഞുകൊണ്ടായിരുന്നു പ്രീതിക്കുട്ടി വരാഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ലൈവ് മതി കേട്ടോ. എനിക്കറിയാം എല്ലാവരെയും, എനിക്കിവിടെ ആണെങ്കിൽ പോലും എനിക്കറിയാവുന്ന കാര്യം. നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഞാനും അങ്ങനെ തന്നെയാണ് ലൈവിൽ കയറുന്നത്. അതാണ് 5 മണി കയറുന്നത് കേട്ടോ. എൻ്റെ സമയം 5 മണി എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയുടെ എല്ലാം ഞാൻ ഏകദേശം കഴിഞ്ഞിട്ടാണ്. പിന്നെ എനിക്ക് രാത്രി 8 മണിക്ക് കയറിയാൽ മതിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഇതില്ലേ പച്ചത്തക്കാളി, ഇതിനകത്ത് എന്തോ വരുന്നുണ്ട് പക്ഷേ, പച്ചത്തക്കാളി എടുത്ത കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞ്, സബോളയും കൂടെ കീറി ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളകും കീറിയിട്ട് തേങ്ങ തിരുമ്മി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ടൊരു തോരൻ, അതാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമുക്ക് അരിഞ്ഞിട്ട് കാണാവേ, വീഡിയോ നീണ്ടു പോകും കേട്ടോ. നമുക്ക് തോരനുള്ള തേങ്ങ നമുക്ക് തിരുമാം കേട്ടോ. ഇതാ അത്ര അരിഞ്ഞു വെച്ചു. ഇതിപ്പം തക്കാളി അങ്ങ് അമ്മങ്ങി പോകുമ്പോ പിന്നെ ഒരു തരി പോലും കാണത്തില്ല കേട്ടോ. അതാ ഞാൻ ഇത്ര എടുത്തത്. ആദ്യമായിട്ട് തോരൻ വെക്കുവാണേ, അപ്പം നമുക്ക് എങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ വെറുതെ ഒത്തിരി എടുത്ത് കളയണ്ടല്ലോ. 4 തക്കാളി എന്നിട്ടും എടുത്തു കേട്ടോ. കൂട്ടി നോക്കാം അല്ലേ, പുതിയ കഥ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാരും വെച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ പുതിയതായിട്ട് വെക്കാം കേട്ടോ. എന്നോട് കടയിലെ അനിയാണ് പറഞ്ഞത്, ചേച്ചി ഒന്ന് വെച്ച് നോക്ക്,
എന്നിട്ട് തന്നെ ഞാൻ കടയിൽ സാധനത്തിന് ലിസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അക്കരയിലോട്ട് പോയി ചിക്കൻ മേടിക്കാൻ അന്നേ. അപ്പം എന്നോട് ഇതെല്ലാം എടുത്ത് ഞാൻ പറയാതെ തന്നെ ഇതെല്ലാം എടുത്തു വെച്ചേക്കുക. അപ്പം പച്ചക്കറി കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പം എല്ലാം അത്യാവശ്യം കുറച്ച് കുറച്ചെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഈ പച്ചത്തക്കാളിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് ഇത് ചേച്ചി ഒന്ന് നോക്കിയിട്ട് വെച്ച് എന്നിട്ട് എന്നോട് പറ. ശരി, പറഞ്ഞത് കേൾക്കാതിരിക്കേണ്ട, നമുക്കിത് തോരൻ വെച്ച് നോക്കാം അല്ലേ. എനിക്ക് ഇങ്ങനെ വരുന്ന ഇഷ്ടമില്ല കേട്ടോ ഈ തോരനൊക്കെ എടുക്കുമ്പോൾ. ഇത് ചിരണ്ടി ഇതിനകത്തെ ആ ചിരട്ടയുടെയും കൂടെ വരത്തില്ലേ, കുറച്ചുകൂടെ ചിരണ്ടി എടുക്കാം അല്ലേ. ഇന്നും എല്ലാവരും 5 മണിക്ക് ലൈവിൽ വരണേ. ഇന്നലെ ഒരു പറ്റി ലൈവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണൊന്നും ബെല്ലടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു, ഫോണിനകത്ത് പാട്ടൊക്കെ വന്നാൽ കോപ്പിറൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ തേങ്ങ വേണം. ഇത് നമുക്ക് വല്ല അരയ്ക്കുന്നതിനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ പൊട്ടിച്ചിട്ട തിരുമട്ടെ. അപ്പം നമ്മുടെ കിച്ചടിയൊക്കെ വെന്തോ നോക്കാവേ. അത് വേകാൻ എന്നാ താമസം വേണം അല്ലേ. നോക്കട്ടെ. ഓ, സൂപ്പറായിട്ട് വെന്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഇച്ചിരി വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഇതായിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി വെള്ളം ചേർത്തോണം കേട്ടോ. ഇതെനിക്ക് കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകല്ല, ചതച്ചരപ്പാട്ടോ. കടുകിനെ ഞാനിട്ട് ചതച്ചിട്ടില്ല. കടുക് വറക്കാൻ നേരെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കൈയൊക്കെ വൃത്തിക്ക് കഴുകിയതാണ്. കഴുകിയൊന്നും ഒഴിക്കുന്നില്ല, കാരണം ഞാനിവിടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഒന്ന് കഴുകാം കേട്ടോ. 2 എണ്ണത്തിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ. അപ്പം നമുക്ക് ഇവനെ അങ്ങോട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട കേട്ടോ. കറിവേപ്പില ഇട്ട് എല്ലാം ഇട്ട് ചേർത്തിട്ട ടേസ്റ്റ് ചേർത്തിട്ട് ഉപ്പുണ്ടോന്നേ. ഒരു തരി പോലും ഉപ്പില്ല, ഉപ്പിന്റെ മയവേ ഇല്ല. അപ്പൊ എന്ത് വേണം, കുറച്ചും കൂടെ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നാന്ന് ഒരു ഭയങ്കര സന്തോഷം. നിങ്ങളൊക്കെ ചാറ്റ് ചെയ്യാൻ വരുമല്ലോ ലൈവില് 5 മണിയാവുമ്പോ. എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. സൂപ്പർ എന്നും പറഞ്ഞ് നമ്മളെ കറിയൊക്കെ ചീത്തയും വെച്ച് ജോലിയൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് അപ്പം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ദേഷ്യം വരുവേ. പറയും, എന്റെ ഒരു ലൈവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ എന്നൊന്നും പറയിപ്പിക്കാൻ ഇട വരുത്തരുത്. ഞാനും വരുത്തരുത്, നിങ്ങളും വരുത്തരുത്. അവിടെ ഒരു ജയ, അവിടെ നിങ്ങളോടൊക്കെ പറയും അവിടെ ഒരു ജയാസ് വെറൈറ്റി, അവളാണ് ഈ പെണ്ണുങ്ങളെല്ലാം ചീത്തയാക്കുന്നത് എന്നും പറഞ്ഞ് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് മതി, ഇതൊന്ന് ചെറുതായിട്ട് ഇതാക്കിയിട്ട് ഒന്ന് കഴിയട്ടെ. തൈര് ഒഴിച്ചു കൊടുക്കാം, മാറ്റി വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് കടുക് മൊത്തം ഒഴിക്കുക. അപ്പോൾ പറയും, എന്നിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരും മക്കള് വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും എല്ലാം പറയും, ഒരുത്തി അവിടെ ലൈവിൽ വരുന്നെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടു കാണിക്കുന്ന കോട്ടായം ഉള്ള കറിയും മീനാണെ കരിച്ചും പുകച്ചും കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്നെ തല്ലു പിടിപ്പിക്കല്ലേ. ഞാനിവിടെ എൻ്റെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ലൈവിൽ വരുന്ന ഒരു ദേഷ്യവും ഒന്നും വരുത്താത്ത രീതിയിൽ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ നിന്ന് കൊടുക്കണമെന്നേ. അതിൻ്റെ താളമയത്തിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഇതാവും. ഓക്കെ, അപ്പൊ നമുക്കിത് കഴുകിയിട്ട് വരാം. ഇതവിടെ നിന്ന് കുറച്ചിതാവട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ പാകത്തിനായി നമുക്കിനി ഇച്ചിരി കടുക് വറുത്ത കടുകും മുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ തൈരും കൂടെ അതിനകത്തോട്ടാക്കി വെക്കാം. അപ്പൊ കടുകിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാം തീർന്നെ പൊട്ടി. പക്ഷെ അവന് അടും കൊടുക്കത്തെ ഒരു പൊട്ടലൊന്നും പൊട്ടു. ലാസ്റ്റ് നമ്മുടെ കുടച്ചക്രം
ഉണ്ടല്ലോ പടക്കം എന്ന് പറഞ്ഞ പോലെ കൊടച്ചക്രത്തിന്റെ പടക്കത്തിന്റെ ചിലത് ലാസ്റ്റ് ഒരു പൊട്ടലില്ലേ, അങ്ങനൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. നമ്മുടെ വെള്ളരിക്ക കിച്ചടി തൈരും കൂടെ വെച്ച് ഇച്ചിരി ലൂസാക്കി വെക്കണം എന്നാണ് നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അമ്മ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിനാ തൊഴിച്ചുണ്ണണമെന്ന്. എന്തൊക്കെ ആഗ്രഹങ്ങളാ വയസ്സാകുമ്പോൾ അല്ലേ. അപ്പോൾ ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ, അമ്മയുടെ ആഗ്രഹമാണ് ഇവിടെ എല്ലാം നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പം നമുക്ക് നമ്മുടെ തക്കാളിത്തോരനെ വെക്കാം കേട്ടോ. തക്കാളിത്തോരനെ വെക്കണമെങ്കിൽ നമ്മുടെ കടുക്, മുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. തോരൻ തീരെ കുറയ്ക്കണം കേട്ടോ. അതെല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്തോട്ട് ഇടുക. ഉപ്പും ഇട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒതുക്കി അടച്ച് വെക്കുക. ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പിട്ട മുളകിട്ട കരിവേപ്പില ഇട്ട് നേരം വെളുക്കുമ്പം തുടങ്ങും അല്ലേ. ഉപ്പും ഇട്ട് കരിവേപ്പിലൊക്കെ ഇടാൻ എല്ലാവരും. അപ്പം നമുക്കിവനെ അടച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് നമുക്ക് വെക്കാവേ. ഒന്ന് ഇളക്കി യോജിപ്പിക്കണ്ട എല്ലാം കൂടെ. എല്ലാതായി തീരുവോ ദൈവത്തിനും മാത്രം. പിന്നെ അവർക്കൊക്കെ വേറെ കറിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പരീക്ഷിക്കും. എൻ്റെ പരിപാടി പരീക്ഷണം ഏത് ദിവസമൊക്കെയാണെന്ന് അറിയാവോ. ചേട്ടനൊക്കെ കറിയുള്ളപ്പോൾ, ചേട്ടനൊക്കെ എന്ന് പറയാൻ ചേട്ടനെ മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവരെയൊക്കെ പരിഹരിക്കാവുന്ന കേട്ടോ. ചേട്ടന് കറിയുള്ള ദിവസമാണെങ്കിൽ ഞാനിങ്ങനെ പരീക്ഷണത്തിലോട്ട് പോകത്തുള്ളൂ. പരീക്ഷണം വിജയിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, അപ്പൊ കറി വേറെ ഉണ്ടല്ലോ. അതാണ് ഇങ്ങനെയുള്ള പരീക്ഷണം പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വെച്ച് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാവേ. എന്നിട്ട് ചിക്കനെയും കൂടെ നമുക്ക് എടുത്തോണ്ട് വന്നിട്ട് എല്ലാം ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചവരെ പണികളെല്ലാം കഴിഞ്ഞ് തുണികളെല്ലാം വിരിച്ചിടാനുണ്ടായിരുന്നു. എല്ലാം വിരിച്ചിട്ടു കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നോട് ഇന്നലെ ഞാൻ ഈ ക്രീമിൻ്റെ കാര്യം ചോദിച്ചപ്പം ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു, ചേച്ചി ഒന്ന് ക്രീമിൻ്റെ പേര് പറയാമോ എന്ന്. അയൂര പെർഫെക്റ്റ് സ്പെല്ലിംഗ് എഴുതിയെടുത്തോളൂ. AURAPERFECT ഡേ ക്രീം എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത് കേട്ടോ. കറക്റ്റ്. പിന്നെ ഇത് ഏതിൻ്റെയാണെന്ന് വെച്ചാൽ ലോറിയൽ പാരീസ്, LOREAL പാരീസ് കേട്ടല്ലോ. ഇതാ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതിനകത്ത് നമ്മുടെ ഒരു വീഡിയോ ഉള്ള ചാനലുള്ള ഒരു മാഡം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? കടം വീട്ടാനുള്ള ഒരു എളുപ്പ വഴിയെന്നും പറഞ്ഞ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചെയ്തു നോക്കേണ്ടവർക്ക് ചെയ്തു നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ഇടത്ത് കൈയിലുള്ള മോതിരവിരൽ ഇതല്ലേ ഇടത്ത് കൈയുടെ മോതിരവിരൽ, ദാ ഇവിടെ നീളത്തില് 12 എന്ന് എഴുതണം. 12 ഇങ്ങനെ എഴുതിയിട്ട് അതായത് 6 മണി, രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സമയം 12 എന്ന് ഈ മോതിരവിരലിൽ എഴുതിയേച്ച് അരമണിക്കൂർ നേരം അത് തൂന്നു പോവാതെ തന്നെ നോക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ജോലിയും ചെയ്തോ തൂന്നു പോയാലും പ്രശ്നമൊന്നുമില്ല. അത് ഒരു പച്ച മഷി വെച്ചോ നീല മഷി വെച്ചോ വേണം എഴുതാൻ, വേറെ മഷിയൊന്നും പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഇത്, വെറും നിസ്സാരമുള്ള കാര്യമാണ്. എന്താണേലും എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമ്മളുടെ ഉച്ചവരെയുള്ള ജോലികളും കഴിഞ്ഞു, തുണിയെല്ലാം വിരിച്ചിട്ടു. അപ്പം നമ്മുടെ ഒരു ശ്രീകല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജയക്കുട്ടി എനിക്കൊരു ഹായ് തരാം, എൻ്റെ ചക്കരമുത്തിന് എത്ര വേണേലും ഹായ് തരാം. ഹായ് ശ്രീകല, ഉമ്മ ചക്കര ഉമ്മ കേട്ടോ.
പിന്നെ ഞാനൊരു തെറ്റ് പറഞ്ഞു. സൗമ്യ മനോജാണ് ഇതിനകത്ത് സൗണ്ട് കുറവാണ്, എൻ്റെ ചെവിയുടെ കിളി പോയതാണോ എന്നൊക്കെ ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞു. അല്ല, സൗമ്യ മനോജ് അല്ല കേട്ടോ, സോറി. ആശ ടി വി ആയിരുന്നു ചോദിച്ചിരുന്നത്. ചേച്ചി ഈയിടയ്ക്ക് സൗണ്ട് കുറവാണല്ലോ, എൻ്റെ ഫോണിൻ്റെ ആണോ അതോ എൻ്റെ ചെവിയുടെ കിളി പോയോ എന്നൊക്കെ ചോദിച്ചാണ് ആശ പാവം വിട്ടിരിക്കുന്ന. എൻ്റെ ചക്കരമുത്തെ ചെവിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ചെവിയുടെ അല്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നില്ല, കാരണം എനിക്ക് ചുമയുള്ളതുകൊണ്ട് ഒത്തിരി ഒച്ച പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുമ വരും. അതുകൊണ്ടാണ്, അല്ലാണ്ട് ആരുടെയും ചെവിയിലെ കിളിയൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു കുഴപ്പമില്ലായിരിക്കട്ടെ, സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം കൊണ്ടും നിർത്തുവാണ്, കാരണം ഇന്ന് നമ്മുടെ സമയമായി വീഡിയോയുടെ നിർത്താനുള്ള. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. വൈകിട്ട് 5 മണിക്ക് ലൈവിലും വരണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ലൈവിൽ വരുമ്പോൾ കയറുമ്പോഴേ ഒരു ലൈക്ക് അങ്ങ് കൊടുത്തേക്കണം കേട്ടോ. ഡബിൾ ക്ലിക്ക് ഇങ്ങനെ ചെയ്താൽ ലൈക്ക് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ അങ്ങനെയും കുറേ ആൾക്കാർ പാവം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവിന് എല്ലാവരും വന്നിട്ട് ലൈക്ക് ചെയ്യുമെന്നും പറഞ്ഞ് എന്നെ ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ 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 താങ്ക്സ്. ഇതുപോലെ മുമ്പോട്ടും തുടരാനുള്ള അനുമതി നിങ്ങൾ എനിക്ക് തരണം, കാരണം നിങ്ങളാണ് എൻ്റെ എല്ലാം. കാരണം നിങ്ങൾ വിചാരിച്ചാലേ എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.